അയ്യോ അയ്യോ പഴമണ്ടാരം പോലെ ഒരു കക്കൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നിനും പൈപ്പില്ല. എല്ലാ സമയത്തും ഇപ്പൊ ഇതും കൂടെ ഞാൻ കേരട്ടാ. എനിക്ക് ബിസി. എടാ ഇത് ക്ലാസ് റൂം അല്ല ബാത്റൂമാ. അയ്യോ പെറ്റ തള്ള പൊറുക്കുകയല്ലേ. ഓ നിനക്ക് എന്താണോ കഴിക്കുന്നത്? എടാ അത് എന്റെ കക്കൂസാടാ. നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതോ? ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് സ്ത്രീധനം കിട്ടിയ പോലെ. എന്റെ ശബരിമല മുരുക. ആരെങ്കിലും ഒന്ന് ഇറങ്ങിത്താടാ. സീരിയസ് ആണ്. ഓ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ എടാ ഞാൻ കേരട്ടാ. ഇതിന്റെ ഷോ കഴിഞ്ഞോ? ഓ ഇതിന് വെറും മുനിസിപ്പാലിറ്റി ആണ്. അയ്യോ മോർണിംഗ് സാർ. കുളിയും പൊല്ലുളിയായിട്ടൊക്കെ നടന്നോ? പോയി പ്രാക്ടീസ് ചെയ്തോ. പ്രാക്ടീസ് അയ്യോ കോർപ്പറേഷൻ. യെസ് കക്കൂസൊക്കെ ക്ലീനായി. ഇനി കുളിമുറി ക്ലീൻ ചെയ്തോളൂ. കുളിമുറി അല്ലടാ നിന്നെ ക്ലീൻ ചെയ്യേണ്ടത്. അയ്യോ സോറി കക്കൂസ് മാറി. അല്ല ആള് മാറി. പ്രാക്ടീസ് മുടക്കരുത്. പ്രാക്ടീസ് മുടക്കരുത്. എന്താ ചേട്ടാ ഇത്? എപ്പോ വിളിച്ചാലും പരിധിക്ക് പുറത്തുനിന്ന് മാത്രം പറയുന്നത്. വേറെ ആരും വിളിച്ചിട്ട് കംപ്ലൈന്റ് ഇല്ല. നീ വല്ല പെമ്പിളരെയൊക്കെ വിളിച്ചത് അല്ലേ? അത് പറ. അപ്പൊ ടെലിഫോൺകാർക്ക് വരെ മനസ്സിലായ മോനെ നിങ്ങളുടെ പെരുമാറ്റം പരിധി വിട്ടതാണെന്ന്. അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ പരിധിക്ക് പുറത്താണ്, നിങ്ങൾ പരിധിക്ക് പുറത്താണ്. മനസ്സിലായില്ലേ? ഒരു സാധു വ്യത്യാസം ഇന്നലത്തെ വല്ല ആണോ? തോന്നിയാസം പറയരുത്. ഇന്നലെ ഞായറാഴ്ചയായിട്ട് ഈ ക്യാൻറ്റീൻ മാത്രമല്ല ലോകത്തൊരു ക്യാൻറ്റീൻ തുറക്കൂല. അപ്പൊ ശനിയാഴ്ചത്തായിരിക്കും. ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ. നിന്റെ അപ്പം വന്നുണ്ടോ പിന്നെക്കോ? ദൈവമേ അപ്പൊ ഇത് വെള്ളിയാഴ്ചത്തെയാണോ? വെള്ളിയാഴ്ച ശനിയാ? ആഴ്ച ഒന്നും എനിക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ തന്നെ ഉണ്ടം പൊരിക്കൊക്കെ എന്താ ആഴ്ച. പക്ഷെ ഒരു കാര്യം ഉറപ്പ് തരാം, ഇത് തിന്നാ ആരും ചാവൂല. അതെന്റെ ഉറപ്പ്. എന്റെ ഉറപ്പോ? അതെന്തുറപ്പ്? അല്ല ഈ ടിവിയിലെ പരസ്യത്തില് മോഹൻലാലിന്റെ കുറപ്പ് നിനക്ക് കുഴപ്പമില്ലേ? എടാ ഒരു ഉണ്ടം പൊരിക്ക് ഞാൻ ഉറപ്പ് നൂറാ. ഒരു 10 ഉണ്ടവര് പൊതിഞ്ഞെടുത്തോ വീട്ടിൽ കൊണ്ടുപോകാനാ? വീട്ടിലെ പിള്ളേർക്ക് കൊടുക്കാനായിരിക്കും. ഈ വീടിന്റെ പരിസരത്തൊക്കെ പട്ടികളുടെ ഭയങ്കര ശല്യോ. പട്ടികളെ വെച്ച് കൊല്ലാനാ. ആ പട്ടികളെ കഴിക്ക്. അല്ല നിങ്ങളെ കഴിക്ക്. നിങ്ങൾ ഇന്ന് വാടാ. എന്തിനാ? വില തുച്ഛം ഗുണം മെച്ചം. ആരും അറിയാതെ റൂമിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തു. നന്നായി ബാസ്കറ്റ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം പ്രേമം പറഞ്ഞാൽ മതി. മീശ പോവില്ല. പിന്നെ വാടകയോ ഒരു ദിവസത്തേക്ക് 5 രൂപ മാത്രം. ഓൺലി 5 rupees. ഇതെന്താടത് മീമല്ലേ? അപ്പ അറിഞ്ഞില്ലേ? ഇവനാ സ്മിതയോട് ഇഷ്ക് ഇഷ്ക് പ്യാര് പ്യാര്. അതുകൊണ്ട് ഇവൻ തോറ്റാ പകുതി മീശ പോവും. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനാ. പ്രേമോ ആണോടാ? അവക്ക് നിന്നോട് ഇഷ്ടമുണ്ടോ? ഉണ്ട്. അവളുടെ ഫ്രണ്ട്സിനെ പഠിച്ചിട്ട് ആ കുട്ടി എന്നോട് പറയാത്തതാ. എങ്കിൽ അവളോട് ആരും ഇല്ലാത്ത നേരത്തെ നിന്റെ ഇഷ്ടം പറഞ്ഞാ മതി. പറഞ്ഞ എടാ നിന്നോട് യഥാർത്ഥ ഇഷ്ടമുണ്ടെങ്കിൽ ആ കുട്ടി ഈ വിവരം ആരോടും പറയില്ല. ഇവൻ അങ്ങനൊക്കെ പറയോട്ടാ. പകുതി മീശ പോയാൽ നിനക്കാ മോശക്കേട്. ഇയാളുടെ മീശ പോയത് ഇങ്ങനെയാണ്. ഞങ്ങക്ക് പാരമ്പര്യമായിട്ട് മീശയില്ല. ഞങ്ങളുടെ വീട്ടുകാരൻ അങ്ങനല്ലേ? മീശയില്ല പറമ്പില്ലാലി. ഈ അഡ്രസ്സിൽ കത്ത് വിട്ടോക്ക് കിട്ടും നോക്കല്ല. പിന്നെ ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവനെ എന്തെങ്കിലും നേടും. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. നിങ്ങളൊന്ന് ഞാൻ നിക്ക് റിസ്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കാര്യം ഓർത്തത്. നീ കഴിഞ്ഞ ആഴ്ച പനി പിടിച്ചപ്പോ ഒരു പാക്കറ്റ് റിസ്ക് വാങ്ങിച്ചിരുന്നു. അതിന്റെ കാശ് വന്നിട്ടില്ല. ചായ നിനക്കറിയില്ല ഞാൻ ഈ ക്യാൻറ്റീന്ന് സാധനം കഴിക്കാറില്ലെന്ന്. മനുഷ്യന്മാരെ കൊല്ലാനായിട്ടൊരു സാധനം വന്നേക്കണം. മനുഷ്യന്മാരെ കൊല്ലുന്ന സാധനം എനിക്ക് എന്തിനാ തന്നത്? എനിക്ക് അവളെ വലിയ ഇഷ്ടമാണ്. എന്നെ കാണിക്കല്ലേ. നീ ഉദ്ദേശിച്ചിടത്ത് തന്നെയല്ലേ കൊണ്ടത്? അതെന്താ സാർ? അല്ലെങ്കിൽ ഇവൻ ഇനിയും ഉന്നം പരീക്ഷിക്കും. സാർ ക്ലാസ്സിലേക്ക് എന്തിനാ വീണ്ടും എറിഞ്ഞു വീഴ്ത്താനാ? ഇനി ഞാൻ സൂക്ഷിച്ചേ നടക്കും. എന്തു പറ്റി സാർ? കാലെടുത്ത് മാറ്റണം. ഞാനിവിടെ പാർക്ക് ചെയ്താ. സോറി സാർ. ഒരു കുപ്പി ലോറി കൊണ്ട് വരാഞ്ഞത് ഭാഗ്യം. ജോസഫ്, നമ്മുടെ അനിലിന്റെ വെരിഫിക്കേഷനുള്ള പേപ്പേഴ്സാണ്. പോയി നല്ല ഭാവി ഉണ്ടായിരുന്ന പയ്യനായിരുന്നു. എല്ലാ പ്രൊസീഡിങ്സും ഒന്ന് സ്പീഡപ്പ് ചെയ്യണം. നമ്മുടെ ഭാഗത്തൊരു താമസം വേണ്ട. യെസ് സർ. അല്ലെങ്കിൽ വേണ്ട, വെരിഫിക്കേഷൻ ഞാൻ തന്നെ പോയിക്കോളാം. ഞാൻ പോകുന്ന വഴിക്കാണല്ലോ. ഓക്കെ സർ.
ആണോ? അല്ല ഗൗരി, ഇന്നലെ പറഞ്ഞ കിസ്സില്ലേ അതെനിക്ക് എന്നാ മതി, ഞാനത് അവന് കൊടുത്തോളാം. പിന്നെ അവനത് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിന് തിരിച്ചെന്നേക്കാം. താങ്ക്സ്. അയ്യേ പോടാ. എന്താ ഗൗരി, കാര്യം പറ. എന്താ പറ്റിയത്? നമുക്ക് ഇവിടെ പോവാം ചേട്ടാ. എനിക്ക് വയ്യ ഇനി ഇവിടെ പഠിക്കാൻ. പഠിപ്പ് നിർത്തി പോകാൻ മാത്രം എന്താ ഉണ്ടായത്? എന്റെ കൂട്ടുകാരുടെ മുന്നിലൊക്കെ ഞാൻ ചെറുതായിപ്പോയി. ഇനി അവരുടെ അടുത്ത് അഭിനയിച്ച് നിൽക്കാൻ എനിക്ക് വയ്യ. അയ്യേ, ഇത്ര സില്ലിയാണോ എന്റെ അനിയത്തി? ഈ ഒരു ചെറിയ കാര്യത്തിനാണോ കോളേജ് വിട്ടോടുന്നത്? മോളൊരു തമാശ കാണിച്ചു, അവരും കാണിച്ചു. എല്ലാ പ്രാവശ്യവും മോളല്ലേ ജയിക്കാറുള്ളത്, ഈ ഒരൊറ്റ പ്രാവശ്യമല്ലേ തോറ്റിട്ടുള്ളൂ. അതതിന്റെ സ്പിരിറ്റിലങ്ങ് എടുത്താൽ മതി. നമുക്കേ തരം കിട്ടുമ്പോ പകരം വിട്ടു. എന്റെ കൂട്ടുകാർ വിഷമിക്കുന്നുണ്ടപ്പോ പെട്ടെന്നൊരു വാശി കയറി ചെയ്തതാ, അല്ലാതെ മനഃപൂർവ്വം കുട്ടിയെ വേദനിപ്പിക്കാൻ വേണ്ടിട്ടായിരുന്നില്ല. ഐ എം റിയലി സോറി. ഹേ, ഇറ്റ്സ് ഓക്കെ അർജുൻ. അതെല്ലാം ഞങ്ങൾക്ക് അതിന്റെ റൈറ്റ് സ്പിരിറ്റിൽ എടുക്കാൻ കഴിയും. ഞങ്ങള് ചേട്ടനും അനിയത്തിയും കൂടെ ഞങ്ങളുടെ മാത്രം ചില സ്വകാര്യങ്ങൾ പങ്കുവയ്ക്കായിരുന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഓക്കെ. ഓക്കെ ബൈ. ഊതി വീർപ്പിച്ചു കൊണ്ടുവന്നൊരു കാര്യം എത്ര പെട്ടെന്നാ പൊട്ടിപ്പോയത്. അർജുൻ മാപ്പും പറഞ്ഞു. എന്താ സമാധാനമായില്ലേ? ഇതുപോലെ നന്നായിട്ടൊന്ന് ചിരിക്കേ. I'm straight. Bend down, bend down. Breathe. ഗുഡ് മോർണിംഗ് സാർ. Good morning. കവളിൽ എന്താണോ കുരിശ്? ഒന്നും പറയണ്ട സാറേ, അടുത്തപടി ടി വി കാണാൻ പോയപ്പോ ആന്റിനെ പിടിച്ചതാ. ഓ, ഷോക്ക് അടിച്ചതാണോ? അല്ല, അവരുടെ ഭർത്താവ് അടിച്ചതാ. അതെന്തിന്? ആന്റിയെ കയറി പിടിച്ച ആന്റിയുടെ ഭർത്താവല്ല, അതിന് സാർ അടിക്കും. ഇത് ആദ്യത്തെ അനുഭവമാണോ? അതെ. പ്രാക്ടീസ് ചെയ്യൂ. പ്രാക്ടീസ് ചെയ്യണോ? എന്റെ നടുവ സോറി. അവൻ ഉന്നം തെറ്റി. ഇവൻ ഉന്നം തെറ്റിയില്ല. പ്രാക്ടീസ് മുടക്കരുത്. പാവോ കുഞ്ഞോറ സാർ, ആ മനുഷ്യന്റെ കാര്യം കൊണ്ടാണ് ഞാനിവിടെ കഴിഞ്ഞു പോകുന്നത്. 7 വർഷം മുമ്പ് ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാനായിരുന്നു ഏറ്റവും വലിയ ചാട്ടക്കാരൻ. ജമ്പറേ, ലോങ് ജമ്പർ. ആഹാ, അപ്പൊ ലാലി ഇവിടുത്തെ സ്റ്റുഡന്റ് ആയിരുന്നു? പിന്നില്ലേ, അന്നത്തെ ബെസ്റ്റ് ജമ്പറായിരുന്നു ഞാൻ. എന്നെ ഹനുമാനിലായിരുന്നു എല്ലാരും പിടിച്ചിരുന്നത്. ഈ മോന്ത കണ്ടിട്ടാ? ചാട്ടം കണ്ടിട്ട്. ആ സമയത്ത് ആ കെട്ടിക്കാൻ പ്രായമായ 3 പെങ്ങാമാരെ എന്നെ ഏൽപ്പിച്ചിട്ട് അപ്പച്ചൻ ജീവിതത്തിന്റെ ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയത്. അതോടെ എന്റെ ചാട്ടവും നിന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായത് എന്റെ പെങ്ങാമാര് എന്നേക്കാൾ വലിയ ചാട്ടക്കാരാണെന്ന്. അവർ ഓരോരുത്തന്മാരോട് ചാടിപ്പോയി. എന്നിട്ട് എന്താ ഇപ്പോ അവര് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ തിരിച്ചു വന്ന്. സ്റ്റാർട്ടിംഗ് പോയി? ആ, വീട്ടില്. അതാണല്ലോ ഓരോരുത്തരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. പെങ്ങാമാര് വെറും കൈയോടല്ല വന്നത്. കയ്യിൽ ഓരോ ട്രോഫി ഉണ്ട്. മൂത്ത പെങ്ങക്ക് ട്രോഫി 2, മൂത്ത ട്രോഫി 5 പഠിക്കണം, ഇളയ ട്രോഫി 2 പഠിക്കണം. ഞാൻ ഇതൊക്കെ ഒരു സ്പോർട്സ് ഹോസ്പിറ്റലിൽ എടുക്കുള്ളൂ. എന്നിട്ടിപ്പോ എന്തായി, അവരെയും കൂടി പോറ്റണമെങ്കിൽ ക്യാൻറ്റീൻ മാത്രം പോരാ, ഇതുപോലുള്ള സൈഡ് ബിസിനസ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ നല്ലൊരു ജമ്പറായിരുന്നു ഞാൻ. അമ്മുമ്മയുടെ ജമ്പർ പോലെ ആയി. അല്ല ലാലി, ആവശ്യത്തിന് മുട്ട പുറത്തുനിന്ന് ഇട്ടുണ്ടല്ലോ, പിന്നെ നീ കോഴികൾ വളർത്തുന്നത്? നീ എന്താ വിചാരിച്ചത്? അവര് വെറും കോഴികളല്ല, അവരെന്റെ മക്കളടാ. എനിക്ക് പിറക്കാതെ പോയ എന്റെ മക്കൾ. ഞാൻ എന്റെ വിഷമങ്ങൾ അവരോട് പറയും. അവർക്ക് ഓരോ മുട്ടയിട്ട് തരും. അവരെ കൊണ്ട് അതെല്ലാം പറ്റൂ. ഞാനത് ബുൾസയും ഓംലറ്റൊക്കെ ആയിട്ട് നിന്നെ പോലുള്ള തെണ്ടികൾക്ക് വിറ്റ് കാശാക്കും. അതെന്റെ ഒരു സന്തോഷത്തിന്. മച്ചറിഞ്ഞോ, അർജുനോട് ഹൈജം പ്രാക്ടീസ് ചെയ്യുന്നു. ഹൈജമ്പോ? ആ, അവൻ മച്ചാടെ സാമ്രാജ്യത്തിൽ കയറി കൈവച്ചിരിക്കുക. ഓട്ടത്തിന്റെ കൂടെ ഹൈജം കൂടിയും പ്രാക്ടീസ് ചെയ്തിരുന്നത് മച്ചാ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ മൊണോപ്പൊളി നമ്മൾ കൈവിടരുത്. മച്ചാ, ഇങ്ങനൊരു അവസരം ഇനി കിട്ടില്ലട്ടോ മച്ചാ. ഒന്ന് ആലോചിച്ച് നോക്കി, ആരീ അർജുൻ? നമ്മുടെ ഗൗരി അപമാനിച്ചിട്ടവൻ. അങ്ങനെയുള്ള അവനെ പരാജയപ്പെടുന്ന ആർക്ക് വേണ്ടിയാ? ഗൗരിക്ക് വേണ്ടി. അല്ലെങ്കിൽ ഗൗരിക്ക് വേണ്ടിയാന്ന് മച്ച പറയും. അപ്പൊ ഗൗരിക്ക് മച്ചാനോട് എന്ത് തോന്നും? ചെല്ലും മച്ച, മച്ചാൻ ഈ കോളേജിലെ ഹൈജമ്പ് ചാമ്പ്യൻ അല്ലേ, ചെന്നൊരു മിന്നുന്ന പ്രകടനോട് കാഴ്ചവെക്കേ. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റോന്നേ. ചക്രവർത്തി, നിനക്ക് എന്നോട് ഇത്രയും ആത്മാർത്ഥത ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല.
ഐ എം സോറി, നിന്നെ ഞാൻ ഒരുപാട് തല്ലിയിട്ടുണ്ട്. ഒന്ന് പോവാ മച്ചാ. മച്ചാൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. അതൊക്കെ മറക്ക്. നമുക്ക് നമ്മുടെ മാന വരും. മച്ചന്റെ ചാട് ഞങ്ങൾ കൈയടിക്കാനുള്ള ആളുണ്ടാക്കട്ടെ. ഇവനെ എന്തുകൊണ്ട് ഞാൻ നേരത്തെ മനസ്സിലാക്കില്ല?